സർക്കാരും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിരന്തരം ഉണ്ടാകുന്നതിനിടെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിൽ. ഭാരതാംബ വിവാദത്തിന് ശേഷം ആദ്യമായാണ് രാജ്ഭവന്റെ മാസികയായ രാജഹംസത്തിന്റെ പ്രകാശന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഒന്നിച്ചത്. പരിപാടിയിൽ നിന്ന് ഭാരതാംബ ചിത്രം ഒഴിവാക്കിയിരുന്നു. അതേസമയം ഗവർണറുടെ അധികാരം സംബന്ധിച്ച മാസികയിലെ ലേഖനത്തിനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ലേഖനത്തിലെ വാദങ്ങൾ സർക്കാരിന്റെ അഭിപ്രായങ്ങളല്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളുടെ മഞ്ഞുരുക്കൽ വേദിയായി മാറിയിരിക്കുകയാണ് രാജഹംസം ജേണലിന്റെ പ്രസിദ്ധീകരണ വേദി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാജ്ഭവനിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നത്. രാജ്ഭവനിൽ ഈ ഭാരതാംബയുടെ ചിത്രം വേദിയിൽ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ ജേണലിന്റെ പ്രസിദ്ധീകരണ വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായത്. അദ്ദേഹം ഈ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചതിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞു. അതിൽ കൃത്യമായൊരു രാഷ്ട്രീയം കൂടിയുണ്ടായിരുന്നു. ജനാധിപത്യം അഭിപ്രായങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ സംഗമ വേദി കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇങ്ങനെയൊരു ജേണൽ പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ ഈ ജേണലിലുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയില്ല. അവിടെ രാജ്ഭവനിൽ പ്രത്യേകിച്ച് ഗവർണറുടെ നിലപാടുകളാണ് ഈ ലേഖനങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് ഈ ജേണലിലെ 30-31 പേജുകളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച ഗവർണറുടെ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ ആർട്ടിക്കിൾ. അതിൽ ഈ ഗവർണർ ഏത് തരത്തിലായിരിക്കണം, ഗവർണറുടെ അധികാരങ്ങൾ ഏത് തരത്തിലാണ്, ജനാധിപത്യ സർക്കാർ നിലവിലുള്ള സ്ഥലത്ത് ഗവർണറുടെ വിവേചനാധികാരം എങ്ങനെ വേണം ഉപയോഗിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആർട്ടിക്കിൾ 200 ഉറപ്പ് നൽകുന്ന ഭരണഘടനയിലെ ഗവർണറുടെ പ്രത്യേക അധികാരങ്ങൾ സംബന്ധിച്ചാണ് ഈ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതടക്കം ഗവർണറുടെ നിലപാടാണ് ഈ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിന് സർക്കാർ നിലപാടുമായി ബന്ധമില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചു. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പിന്നീട് ഗവർണറും ഈ സംസാരിച്ചത്. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം രാജ്യത്ത് ഒരു രാജ്ഭവനിൽ നിന്ന് രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് നടക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടാനായി, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൂടി അതിനെ സംബന്ധിച്ച കൃത്യമായ ധാരണകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇൻ ഹൌസ് ജേണൽ പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ്. എന്തായാലും ഈ ഒരു ജേണൽ രാജ്ഭവനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ഈ പ്രമുഖ വ്യക്തികളുടെ സന്ദർശനങ്ങൾ സംബന്ധിച്ചും അതോടൊപ്പം രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ചുമൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ജേണൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഗവർണറുമായി ഏറെ നാളായി നിലനിന്നിരുന്ന തർക്കങ്ങൾ അത് അവസാനിക്കുന്നതിനൊരു വേദി കൂടിയായി മാറിയിരിക്കുകയാണ് ഇന്ന് ഇവിടെ നടന്ന ഈ ജേണലിന്റെ പ്രസിദ്ധീകരണ ചടങ്ങ്.